നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കണക്കൽ. ഇന്ന് മെയ് 18 ഞായർ 2025 വാർത്തകളിലേക്ക്. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. ആഗോള കാത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായി ലിയോ 14 ഔദ്യോഗികമായി ചുമതലയേറ്റുകൊണ്ടുള്ള കുർബാന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കും. കുർബാന മധ്യ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാന മോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭയുടെ സാന്നിധ്യം ഏറ്റെടുക്കും. പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള പാത്രിയാർക്ക് സ്വപ്രൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിലെത്തി പ്രാർത്ഥന ശേഷമാവും മാർപ്പാപ്പ കുർബാനയ്ക്കെത്തുക. സ്ഥാനാരോഹണത്തിന് വത്തിക്കാനിൽ എത്തുന്ന നിരവധി ലോക നേതാക്കളാണ്. സ്ഥാനാരോഹണ ചടങ്ങിൽ 200 വിദേശ ഔദ്യോഗിക പ്രതികൾ പങ്കെടുക്കും. വത്തിക്കാനിൽ ഏകദേശം 6000 പോലീസ് ഉദ്യോഗസ്ഥരെയും 1000 സന്നദ്ധ പ്രവർത്തകരെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്നുണ്ടായ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു നീക്കമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിച്ചിരുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ ചോദ്യം. പാകിസ്ഥാനെ ഇന്ത്യൻ നീക്കം അറിയിച്ചത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പേ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയ ജയശങ്കർ പറഞ്ഞുവെന്നത് തെറ്റായ വ്യാഖ്യാനമാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു ശേഷമുള്ള ഘട്ടത്തിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയെന്നും വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂർ എം പിയെ ശുപാർശ ചെയ്യാതിരുന്ന കോൺഗ്രസിനെ വിമർശിച്ച് BJP രാഹുൽ ഗാന്ധിയെ നൽകിയ പട്ടികയിലുള്ള ഗൗരവ് ഗൊഗോയും ഭാര്യയും പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നുവെന്നും പാക് ഏജന്റുമാരാണെന്നുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ നാളുകളായി ഉന്നയിക്കുന്ന ആക്ഷേപം BJP ഓർമ്മപ്പെടുത്തി. പാകിസ്ഥാനെ സിന്ദാബാദ് വിളിച്ചവരാണ് നാസർ ഹുസൈൻ MPയുടെ അനുയായികളെന്നും BJP വക്താവ് അമിത് മാളവിയ സാമൂഹ്യ മാധ്യമത്തിൽ വിമർശിച്ചു. സർവകക്ഷി സംഘത്തിലേക്കുള്ള ക്ഷണം നിരസിച്ച് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പാർട്ടിയാണ് അംഗങ്ങളെ തീരുമാനിക്കേണ്ടതെന്നും പാർട്ടി നിർദ്ദേശിച്ചവരാണ് പോകേണ്ടതെന്നും സൽമാൻ ഖുർഷിദ് പറഞ്ഞു. 2 ദിവസം മുമ്പാണ് സർക്കാർ തന്നെ വിളിച്ചതെന്നും അപ്പോൾ തന്നെ പാർട്ടിയെ ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചെന്നും സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കി. പാക് ഭീകരതയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ CPM പ്രതിനിധി പങ്കെടുക്കുമെന്നും CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി വിമർശനം നിലനിർത്തിക്കൊണ്ടാണ് പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാവുകയെന്നും MA ബേബി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ശശി തരൂരിനെ കൂടാതെ കോൺഗ്രസ് പേര് നൽകാതെ മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവരും പട്ടികയിലുണ്ട്. സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി. ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം US, ബ്രസീൽ, പനാമ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ്. 7 സംഘങ്ങളായി 59 സംഘമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്നത്. അർജന്റീന വരുന്ന ഒക്ടോബർ, നവംബർ മാസങ്ങൾ കേരളത്തിൽ ഒരു ദിവസം കളിക്കാനെത്തുമെന്ന് കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ. നിലവിൽ അർജന്റീനയുമായി സംസ്ഥാന സർക്കാർ നല്ല ബന്ധത്തിലാണ്. ടീം എത്തില്ല എന്നൊന്നും പറയാൻ കഴിയില്ലെന്നും അവർക്ക് കളിക്കാൻ സാധിക്കുന്ന 2 സ്റ്റേഡിയങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലയൺ മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് തീയതി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുമെന്നും ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡ്രോ അഗസ്റ്റിൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീയതി അറിയിച്ചാൽ പണം നൽകുമെന്നും ആൻഡ്രോ പറഞ്ഞു. അനീതിക്കെതിരെ തന്റെ ശബ്ദം ഇനിയും ഉച്ചത്തിലുള്ളതായിരിക്കുമെന്ന് MLA ജനീഷ് കുമാർ. പലർക്കും തന്റെ ശബ്ദമാണ് പ്രശ്നമെന്നും പറയാനുള്ളതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും പോലീസ് എടുത്ത കേസ് നിയമപരമായി നേരിടുമെന്നും ജനീഷ് കുമാർ പറഞ്ഞു. ഫോറസ്റ്റ് സ്റ്റേഷൻ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു MLA ജനീഷ് കുമാർ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായ മർദ്ദന കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഈ മാസം 19 മാറ്റി. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 ജാമ്യ ഹർജി പരിഗണിച്ചത്. IPS ഉന്നതരുടെ സ്ഥലമാറ്റത്തിൽ തിരുത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ ഉത്തരവിൽ IG മാർ അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് ഇത്. ജയിൽ മേധാവി സ്ഥാനത്തു നിന്നും മാറ്റിയ ബൽറാം കുമാർ ഉപാധ്യായ തിരികെ നിയമിച്ചു. എക്സൈസ് കമ്മീഷണറുള്ള MR അജിത് കുമാറിന്റെ സ്ഥലം മാറ്റവും റദ്ദാക്കി. ബറ്റാലിയൻ ADGPയുടെ ചുമതല നൽകിയുടെ അജിത് കുമാർ പോലീസ് തന്നെ താൽക്കാലം തുടരും. എക്സൈസ് കമ്മീഷണറായി മഹിപാൽ യാദവിനെ തിരികെ നിയമിച്ചു. 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ ബാലറ്റ് തിരുത്തിയെന്ന മുൻ മന്ത്രി G സുധാകരന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച അന്വേഷണത്തിൽ തിരഞ്ഞെടുപ്പ് രേഖകൾ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് കത്ത് നൽകും. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാണിത്. 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. വാളയാർ സ്വദേശി ശ്വേതയാണ് അറസ്റ്റിലായത്. ശ്വേതയുടെ 4 വയസ്സുള്ള മകൻ ഇന്നലെ ഉച്ചയ്ക്കാണ് കിണറ്റിൽ വീണത്. ഗർഭിണിയായ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് കഴുത്തിൽ കയറിൽ കുടുങ്ങി മരിച്ചു. താഴത്തൊരു ബൾക്കീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന PSC മരിച്ചത്. അബദ്ധത്തിൽ കഴുത്തിൽ കയർ കുടുങ്ങുകയായിരുന്നു. വേളം കെട്ട് ഓടിയെത്തിയവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല.
സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച 11ാമത്തെ വനിതാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ബേല എം ത്രിവേദിക്ക് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ യാത്രയപ്പ് നൽകാത്തതിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായ് കടുത്ത അതൃപ്തി അറിയിച്ചു. ഇത്തരം പെരുമാറ്റം അംഗീകരിക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ബാംഗ്ലൂരിൽ കനത്ത മഴ, വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി, വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിൽ മരം വീണു, നാശനഷ്ടമുണ്ടായി. നഗരത്തിൽ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കാലവർഷത്തിന് മുന്നോടിയായി ലഭിച്ച മഴയാണ് ബംഗളൂരു നഗരജീവിതത്തെ സാരമായി ബാധിച്ചത്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ 13 ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ രാജിവെച്ചു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹത്ര അറസ്റ്റിലായി. ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിനും ഹരിയാനയുമായി ചാരവൃത്തിക്ക് അറസ്റ്റുകാരുടെ എണ്ണം 8ആയി. 2021 പാകിസ്ഥാനിൽ സന്ദർശിച്ച ജ്യോതി വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. തുർക്കിയിലെയും അസർബൈജാനിലേക്കും 21 യൂണിവേഴ്സിറ്റികളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. പാകിസ്ഥാനിലുള്ള തുർക്കിയുടെയും അസർബൈജാന്റെയും പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് സർവകലാശാല അറിയിച്ചു. പാകിസ്ഥാനിലുള്ള പാസ്റ്ററെ കാണാൻ 15 വയസ്സുള്ള മകനെ അതിർത്തി ഗ്രാമത്തിൽ ഉപേക്ഷിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് നിയന്ത്രണരേഖ മറികടന്നു യുവതി. മഹാരാഷ്ട്ര സ്വദേശിനിയായ 43-കാരിയായ സുനിത എന്ന നഴ്സ് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട പാസ്റ്ററെ കാണാനാണ് നിയന്ത്രണരേഖ കടന്നത്. നിലവിൽ പാകിസ്ഥാന്റെ പിടിയിലാണ് യുവതി എന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. അധിക തീരുവ ഉൾപ്പെടെയുള്ള നയങ്ങളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നതിനിടെ അമേരിക്കയ്ക്ക് തിരിച്ചടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി നാളെ സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. IPL വീണ്ടും മഴ കളിച്ചു. ശക്തമായ മഴയെ തുടർന്ന് ബംഗളൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം ടോസ് പോലും നേടാൻ സാധ്യമാകാതെ ഉപേക്ഷിച്ചതോടെ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. ഇരു ടീമുകൾക്കും 1 പോയിന്റ് വീതം ലഭിച്ചതോടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 17 പോയിന്റുകളുമായി പ്ലേ ഓഫ് അടുത്തെത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.